ഓണം സീനാക്കാം സീനത്തിനൊപ്പം. KT ജലീലിനെതിരെ ആരോപണവുമായി PK ഫിറോസ്. മലയാളം സർവകലാശാലയിൽ ജലീൽ ഇടപെട്ട് ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതിയെന്ന ആരോപണം. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് 2019 ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ ഹബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂർ, മറ്റൊന്ന് അബ്ദുൽ ജലീൽ പണ്ണിക്കണ്ടത്തിൽ വീട്, ശ്രീ ജംഷീദ് റഫീഖ്, ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂർ, ശ്രീ യാസിർ, ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂർ, ശ്രീ ഇൻജാസ് മുനവർ, ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ, ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ 11 ഏക്കർ ഏറ്റെടുത്തത്. ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും, ഹബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും മുഹമ്മദ് കാസിമും, ഈ 3 ആളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ്. മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖ്. ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി 11 ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇത് CRZ 3 ഉൾക്കൊള്ളുന്ന NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണായ, ബഫർ സോണായ, അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല. ഈ ഭൂമിയുടെ പേരിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം 2019. മന്ത്രി ബി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളുടെ ഭൂമി കൊള്ളവിലയ്ക്കാണ് ഏറ്റെടുത്തത്. ജലീലിന്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു പിടിക്കണമെന്നുമാണ് ആവശ്യം. കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ഉണ്ടായിരിക്കെ ഭൂമി ഏറ്റെടുത്തത് വലിയ വിലയ്ക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു. CR സോൺ ഭൂമിയാണെന്ന് വിദഗ്ധ സമിതി പറഞ്ഞതിനാൽ നിർമ്മാണം നടക്കുന്നില്ല. ഈ 11 ഏക്കർ ഇനി എന്തു ചെയ്യും? ഭൂമി ഇടപാടിൽ ജലീൽ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ ഹാജരാക്കും. 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ആളുകൾ വിറ്റ ഭൂമിയാണ് 1.6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ബി അബ്ദുറഹ്മാന്റെ കുടുംബത്തിന്റെയും CPM നേതാക്കളുമായി ബന്ധമുള്ളവരിൽ നിന്നുമാണ്. സർക്കാർ 11 ഏക്കർ ഭൂമിക്ക് കൊടുത്തത് 17 കോടിയോളം രൂപയാണ്. ഇതിൽ പൂർണ്ണമായും ഇടപെട്ടത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീലാണ്. സെന്റിന് 40,000 രൂപ ഉണ്ടായിരുന്നിടത്ത് സർക്കാർ നൽകിയത് 1.5 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്നും ജലീൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്നും PK ഫിറോസ് ആരോപിച്ചു. ഏറ്റെടുത്തിട്ട് 6 കൊല്ലമായിട്ടും ഇതുവരെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. സർക്കാർ CPM-മായി ബന്ധപ്പെട്ടവർക്ക് വഴിവിട്ട സഹായമാണ് നൽകിയത്. ഗ്രീൻ ട്രിബ്യൂണൽ ഇതുവരെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടില്ല. ഈ തട്ടിപ്പ് നടത്തിയത് കോവിഡ് സമയത്തായിരുന്നു. ഇതിൽ ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ജലീലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും PK ഫിറോസ് പറഞ്ഞു. തനിക്കെതിരെ ജലീൽ പരാതി നൽകട്ടെ എന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും തനിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്നും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ എല്ലാത്തിനും മറുപടി പറയില്ലെന്നും PK ഫിറോസ് കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം.